ശ്രീ ജി ഒരു നിമിഷം ഒന്ന് തുടരും. ഞാൻ വി രാജേഷ് കൂടി ചേർന്നുണ്ട്, BJP നേതാവ്. രാജേഷിലേക്ക് ഒന്ന് പോയി വന്ന ശേഷം വരാം. കാരണം രാജേഷ്, അറിയാം കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേധാവിത്വം BJPക്ക് ഉണ്ട്, മേൽക്കൈയുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും ഒരിക്കലും ചേരാറില്ല. ഇനി അതിനപ്പുറത്തേക്ക് BJP വലിയൊരു മുന്നൊരുക്കം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും അമിത്ഷാ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം എന്നൊക്കെ വിവരങ്ങൾ വരുന്നു. അപ്പോൾ ഇക്കുറി എന്താണ് BJPയുടെ കണക്ക് കൂട്ടൽ? ആരായിരിക്കും ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എനിക്ക് മുമ്പ് സംസാരിച്ച ആരാണെന്ന് അറിയാമോ? പേരെന്ന് പറയാമോ? GV ഹരിയാണ്. ഓക്കെ, അതായത് ഇപ്പോ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്ഭുതം വിതർന്ന വാർത്തകളോ ഒന്നുമല്ല തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും. അതായത് ഇപ്പോ കോർപ്പറേഷൻ പ്രതിപക്ഷം BJP ആണ്. ജനങ്ങൾ, തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അതായത് ഇവിടെ ജീവിക്കുന്ന, തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന, ഇവിടെ എത്തുന്ന എല്ലാ പേർക്കും അടിയന്തരമായി പരിഹരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ചില 2-3 പ്രശ്നങ്ങളുണ്ട്. അത് ഏതു തരത്തിൽ അഡ്രസ് ചെയ്യാൻ സാധിക്കും? ഇപ്പോ കോർപ്പറേഷൻ ഭരിക്കുന്ന CPM, നേരത്തെ ഹരി പറഞ്ഞതുപോലെ 45 വർഷം കൊണ്ട് അവർ ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനവും അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ സഹായവും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാനിപ്പോ നിൽക്കുന്ന എടപ്പഴി ഭാഗത്താണ്. ഈ എടപ്പഴി മാർക്കറ്റിന്റെ കൂടെ ചവറ് കാരണം നിൽക്കാൻ നിവർത്തിയില്ല. അമ്പലത്തിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇത് കേൾക്കുകയാണ് ദീപാരാധനയുടെ. ഈ ഭാഗത്തൊക്കെ ചവറാണ്. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തെരുവ് നായ്ക്കൾ. അതോടൊപ്പം തന്നെ ഇപ്പോ ഒരു 10,000 കോടി രൂപ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ചെലവാക്കിയിട്ട് വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ഇതിൽ കോടികൾ ഒഴുക്കി. എന്നിട്ടും തമ്പാനൂർ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോ 1 മണിക്കൂർ പെയ്തപ്പോ മുട്ടൊപ്പം അല്ല, അരയ്ക്കൊപ്പം. ഇപ്പോ കഴക്കൂട്ടത്തുള്ള ഒരു ട്രാവൽസ് നടത്തുന്ന ഒരാൾ നേരിട്ട് പറഞ്ഞ 3.5 ലക്ഷം രൂപയായി എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ട്. ബസ് പോകുന്ന അതേ ഹൈറ്റില് ഈ ട്രാവലർ ഓടിച്ച് ഡ്രൈവർ അങ്ങ് പോയി. എഞ്ചിനകത്ത് വെള്ളം കയറി 3.5 ലക്ഷം രൂപയായി ഇപ്പൊ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. അപ്പോ ഈ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കുമെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ നോക്കുന്നത്, തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്നവർ നോക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പൊ സ്മാർട്ട് സിറ്റി അങ്ങ് പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. 1000 കോടി രൂപയാണ് അനുവദിച്ചത്, എല്ലാ സഹായവും ചെയ്തു. പക്ഷേ 45 വർഷം കൊണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തവർ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ നായയുടെ പ്രശ്നമായാലും വെള്ളപ്പൊക്കമായാലും പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനത്തിന് ഇനിയും ഒരു 5 വർഷം കൂടി തലവെച്ചു കൊടുക്കാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾ, അതിപ്പോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ നമ്മുടെ നഗരം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതു തരത്തിലാണ് ചിന്തിക്കുന്നത് നമുക്ക് തന്നെ ഊഹിക്കാം. പിന്നെ മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തെ എല്ലാ നഗരവും വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ബാംഗ്ലൂർ ആയിക്കോട്ടെ, മൈസൂർ ആയിക്കോട്ടെ, ഇൻഡോർ ആയിക്കോട്ടെ, സൂററ്റ് ആയിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, കൊൽക്കത്ത ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ദേശീയ തലത്തിൽ രാജ്യം വളരുന്നതനുസരിച്ച് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അനന്തമായ സാധ്യതകൾ തേടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴും എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോഴും വേസ്റ്റ് എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കോർപ്പറേഷൻ മേയറും ഭരണാധികാരികളും പറയും നമ്മൾ തൊട്ടപ്പുറത്തുള്ള പന്നിക്ക് കൊടുക്കുമെന്ന് പറയും. അങ്ങനെയല്ലേ പറയുന്നത്? മേയറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വേസ്റ്റ് പന്നി ഫാമുകളിലാണ് അയക്കുന്നതെന്ന് 5 വർഷവും പറയുന്നത് കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ട് ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം നടത്താമെന്നുള്ള ടെക്നോളജി ഇരിക്കെ പന്നിക്ക് മാലിന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിലെ ഒരു സംസ്കാരം തിരുവനന്തപുരം പോലൊരു നഗരത്തിന് യോജിച്ചതാണോ? ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടി, അദ്ദേഹം മേയറായിരുന്നപ്പോൾ മുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പല രീതിയിലും പരീക്ഷിച്ചില്ല. അപ്പോൾ കൃത്യമായ കാഴ്ചപ്പാടില്ല, ആസൂത്രണമില്ല. നാട് വളരുന്നതനുസരിച്ച്, ടെക്നോളജി വളരുന്നതനുസരിച്ച് ഇവരുടെ മനസ്സ് പോകുന്നില്ല. അതിനപ്പുറം ഇപ്പോ അഴിമതി. നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെ പറഞ്ഞത് എന്താണ്? ഞാനും നിങ്ങളും ഒക്കെ തിരുവനന്തപുരവും കേരളവും ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രശ്നമാണ് സ്മാർട്ട് സിറ്റി റോഡുകൾ. സ്മാർട്ട് സിറ്റി റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ മാൻഡേറ്ററി ആണ് ഡക്റ്റുകൾ നിർമ്മിക്കണം അതിന്റെ സൈഡിൽ. കാരണം എന്താണ്? കേബിള്, വാട്ടർ കണക്ഷനുള്ള കേബിളും അതുപോലെ തന്നെ നെറ്റ്വർക്ക് കേബിളുകൾ, ഇലക്ട്രിക് കേബിളുകളൊക്കെ തന്നെ റോഡിന് അടിയോടിലൂടെ പോകുമ്പോഴാണല്ലോ അതിന് കംപ്ലൈന്റ് വരുമ്പോൾ എപ്പോഴും വെട്ടിപ്പൊളിക്കുന്നത്. അപ്പൊ ഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഡക്റ്റുകളുടെ അതിനുവേണ്ടിയാണ് 1000 കോടി രൂപ കൊടുത്തത്. നഗരത്തിലെ ഹൃദയഭാഗത്തോട് കടന്നു പോകുന്ന 9 വാർഡുകളുടെ റോഡുകളുടെ സൈഡിൽ ഡക്റ്റ് നിർമ്മിച്ച് അതിലൂടെ കേബിളുകൾ പോയാൽ നമുക്ക് ഒരിക്കലും റോഡ് കുഴിക്കാൻ 25-30 വർഷം റോഡുകൾ അതുപോലെ തന്നെ. ഇവരെന്താണ് ചെയ്തത്? സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം റോഡുകളിൽ ഡക്റ്റുകൾ കുഴിക്കുന്നുണ്ടല്ലോ ശ്രീ രാജേഷ്. അല്ലല്ല, ഡക്റ്റുകൾ അങ്ങനെ ഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ ഇപ്പൊ നോർക്ക റൂട്ട്സിന്റെ അവിടുത്തെ റോഡ് വെട്ടിപ്പൊളിക്കുന്നത്?
അതെന്തിനാ വീണ്ടും ഈസ്റ്റ് പോർട്ടിലെ റോഡ് വെട്ടിപ്പൊളിക്കുന്നത്? പത്രങ്ങളൊക്കെ എത്ര ദിവസം അതുകൊണ്ട് വാർത്ത എഴുതുകയാണ്. അപ്പൊ ഇവര് ഡക്റ്റുകൾ പൂർണ്ണമായിട്ടും കൃത്യതയോടെ നിർമ്മിക്കാതെ അടിയിലൂടെ തന്നെ കേബിൾ ഇട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കേബിളുകൾ പറപറ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു റോഡിൽ 10 സ്ഥലത്ത് വെട്ടിപ്പൊളിക്കുമ്പോൾ തിരിച്ച് ചെയ്യുന്ന സ്മാർട്ട് സിറ്റി ക്വാളിറ്റിയുള്ള ടാറിംഗ് അല്ല, PWD ടാറിംഗ്. അപ്പോൾ പഴയ ലോക്കൽ റോഡിന്റെ അവസ്ഥയിലേക്ക്. അപ്പൊ ഈ ഡക്റ്റുകൾ നിർമ്മിക്കാത്തതുകൊണ്ട് കോടിക്കണക്കിന് രൂപ അവർക്ക് അഴിമതിയിലൂടെ കോൺട്രാക്ടർമാർക്കും ഭരണാധികാരികൾക്കും നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി പത്രങ്ങളിൽ നിന്നൊരു വാർത്തയുണ്ട്. 2023-24 സാമ്പത്തിക വർഷം 1187 പ്രോജക്റ്റുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗീകരിച്ചത്, കൗൺസിൽ അംഗീകരിച്ചത്. അതിൽ 187 പ്രോജക്റ്റുകൾ മാത്രമേ 100% പണവും വിനിയോഗിച്ചുകൊണ്ട് ചെലവാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ വർക്കും സ്പിൽ ഓവറായി അടുത്ത വർഷത്തേക്ക് പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ നമ്മുടെ ഉള്ളിലേക്കുള്ള റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. 1187 പദ്ധതികൾ അനുവദിച്ചതിൽ 1000 പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ പറ്റാത്തത്? ഉദ്യോഗസ്ഥന്മാർ കോൺട്രാക്ടർമാർ വരുമ്പോൾ വലിയ തുക കൈക്കൂലി ചോദിക്കും. അപ്പോഴേക്കും കോൺട്രാക്ടർമാർ ഈ വർക്ക് ഇട്ടിട്ട് പോകും. ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും കോൺട്രാക്ടർമാരെ കൈക്കൂലി കമ്മീഷൻ വാങ്ങിക്കാതിരുന്നാൽ കോൺട്രാക്ടർമാർ കൃത്യമായിട്ട് പണി ചെയ്തു പോകും. ഉദ്യോഗസ്ഥതല കൈക്കൂലിയും അഴിമതിയും ഒക്കെ ഇതൊക്കെ ഏത് ഭരണകാലത്തും ഉള്ളതാണ്. അത് ഈ പറയുന്നത് നമ്മുടെ ഒരു ശാപമാണ്. അത് നമ്മൾ സാധാരണക്കാർക്ക് അറിയാം. ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ അത് ന്യായീകരിക്കായിരുന്നു എനിക്ക് പറയാൻ ഉള്ളത് ഞാൻ പറയുന്നില്ല. അതായത് ഈ എന്തുകൊണ്ടാണ് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാൻ മടിക്കുന്നതെന്ന് കോൺട്രാക്ടർമാരെ വിളിച്ചിരുത്തി ചോദിച്ചിട്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണ്ടേ ഭരണാധികാരികൾ? അതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വർക്ക് എടുക്കാൻ വേണ്ടി അവരെ മനമടിപ്പിക്കുന്ന തരത്തിൽ കമ്മീഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മേയറും ഡെപ്യൂട്ടി മേയർ ഇവരുടെ ജോലി എന്താണ്? അപ്പോൾ അവരുൾപ്പെടെയുള്ളവർ കൂട്ടുകൾ മാത്രമല്ല 1187 വർക്കുകൾ ഭരണസമിതി അംഗീകരിച്ചു കൊടുത്തിട്ട് അതിൽ 187 പ്രവർത്തനങ്ങൾ മാത്രമേ എന്റെ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മേയർ ഡെപ്യൂട്ടി മേയർ ഇറങ്ങിയിട്ട് നോക്കണ്ടേ എന്താണ് നടക്കാത്ത തടസ്സം? ഈ 1000 പ്രവർത്തനങ്ങൾ നടത്തില്ലെങ്കിൽ എന്താണ്? 1000 സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല. കുളങ്ങൾ ഇപ്പൊ അമീമിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ വരുന്നു. നിങ്ങൾ നമ്മുടെ കുളങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു കുളം 100 കണക്ക്, എന്റെ വാർഡിൽ മാത്രം 5 6 കുളങ്ങളുണ്ട്. ഞാൻ എത്ര പ്രോജക്ട് സമർപ്പിച്ചു, കൃത്യമായിട്ട് പണം തരുന്നില്ല കുളങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി നമ്മുടെ നാട് നേരിടുന്നുണ്ട്. മറ്റൊന്ന്, ഞങ്ങൾ നടത്തിയ 2 സമരങ്ങളുണ്ട്. ഒരു സമരം ഞങ്ങൾ 30 ദിവസം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കോർപ്പറേഷൻ ഹാളിന് ഉള്ളിൽ കിടന്നുകൊണ്ട് 9 ദിവസം ഉപവാസം കിടന്നുകൊണ്ട് നടത്തിയ സമരമുണ്ട് 2021. എന്തായിരുന്നു? സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി കോർപ്പറേഷനിൽ ചെല്ലുന്നില്ല. നികുതി ഉദ്യോഗസ്ഥന്മാർ വ്യാജ റെസീപ്റ്റ് അടിച്ചു കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും CPM നേതാക്കന്മാരും കൂടി തട്ടിയെടുക്കുന്നു. ആദ്യമൊന്നും ഗവൺമെന്റ് ഞങ്ങളുടെ സമരത്തെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും സമരത്തിനൊപ്പമാണെന്ന് മനസ്സിലായിട്ട് ഒടുവിൽ ശാന്തി എന്ന ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന നേതാവ്, നിയമം സോണൽ സൂപ്രണ്ട് ശാന്തി 32 ലക്ഷം രൂപ ശാന്തിയുടെ നേതൃത്വത്തിൽ കട്ടെടുത്തായിട്ട് കണ്ടിട്ട് അവരെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വന്നില്ലേ? ആ സമരത്തിന് മുൻപിൽ ഗവൺമെന്റ് സറണ്ടർ ആയില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പൈസ വാങ്ങിയിട്ട് സ്വന്തം ചെലവിൽ കൊണ്ടിട്ട് കോർപ്പറേഷന്റെ വ്യാജ റെസീപ്റ്റ് അടിച്ചു കൊടുക്കുന്നത് 40-45 വർഷമായിട്ടും ഭരണാധികാരികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ബോധപൂർവമായി ഉണ്ടാകും. മറ്റൊന്ന്, മേയറും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് താൽക്കാലിക തൊഴിലവസരങ്ങളുണ്ട്, പാർട്ടിയുടെ പ്രയോറിറ്റി ലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ അയച്ചു. ഒടുവിൽ സമരം കടുത്തപ്പോഴേക്ക് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ? അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നത്? 1300 താൽക്കാലിക ജീവനക്കാരാണ് ഈ കോർപ്പറേഷനിലുള്ളത്. അതിൽ 99% CPMന്റെ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകരാണ്. പാർട്ടി ലിസ്റ്റ് കൊടുത്താണ് അവരെടുക്കുന്നത്. എന്താണ്? ഇവരാണ് പുല്ല് വെട്ടാൻ പോകേണ്ടത് റോഡ് സൈഡിലെ, ഇവരാണ് നായ പിടിക്കാൻ പോകേണ്ടത്, ഇവരാണ് മാലിന്യം മാറ്റാൻ പോകേണ്ടത്. ഇവരൊക്കെ തന്നെ പാർട്ടി കൊടുത്ത ലിസ്റ്റ് ആയതുകൊണ്ട് രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് പാർട്ടി പ്രവർത്തകർ ഒരൊറ്റ ഉദ്യോഗസ്ഥന് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കുന്നു, അതുകൊണ്ടാണ് കൗൺസിൽ ഞങ്ങളെയൊക്കെ വിളിച്ച ആൾക്കാർ തെരുവിലെ പുല്ല് വെട്ടണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇവർ പോകണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള 45 വർഷത്തെ ഒരു സിസ്റ്റം മാറണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് നന്നായി. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത്രമാത്രം ആരോപണങ്ങൾ, ഇത്രമാത്രം അഴിമതി കഥകളൊക്കെ ഈ ഭരണത്തിനെതിരെ ഉണ്ട് എന്ന് ജനങ്ങൾ പറയട്ടെ. ഓക്കെ, അപ്പോഴും BJP ഇത് ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും BJP നേരിടുന്ന ഒരു പ്രശ്നം, ഇത് സ്വാഭാവിക സംശയം ചോദിക്കട്ടെ, ഇത്രമാത്രം സ്വാധീനമുള്ള ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഈ ബൈ ഇലക്ഷൻ വന്നപ്പോൾ എങ്ങനെ കയ്യിലിരുന്ന സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി? അല്ല, ബൈ ഇലക്ഷന്റെ ഒക്കെ സാഹചര്യത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. വോട്ടർ പട്ടികയെ കുറിച്ച് പറഞ്ഞാൽ വേറെ വിഷയമാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. വെള്ളാർ വാർഡില് വോട്ട് ചേർത്തപ്പോഴേക്കും തിരുവല്ല സോണൽ ഓഫീസിൽ നടന്ന സംഘർഷവും സമരങ്ങളും അതിനിടയ്ക്ക് ചേർത്ത കള്ളവോട്ടുകളും ഇപ്പൊ ഞാൻ നിങ്ങളുടെ പറയുന്നത് മാധ്യമങ്ങൾക്കിടകൂടി തിരുത്താമോ? ഇന്ന് ഈ ചർച്ച കഴിഞ്ഞ് നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ എന്റെ അടുത്തോട്ട് വിട്ടാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 36,000 ഡബിൾ വോട്ടിന്റെ ലിസ്റ്റ് ഞാൻ കൊടുക്കുക. ഞാനിപ്പോ ശാസ്ത്രങ്ങൾ തീർപ്പുണ്ട്. ആരെങ്കിലും ഒരാളിനെ അയച്ചാൽ
പെൻ ഡ്രൈവിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാമോ? സോറി, എന്താണ് സംശയം? എന്താ സംശയം? പ്രസിദ്ധീകരിക്കാമോ? ഒന്ന് വിട്ടേരെ, ഒന്ന് ആ ഡാനിനെ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വിട്ടേരെ, വിനോദിനെ ആരെങ്കിലും. ഡാൻ ലൈവിലുണ്ട്, ഡാൻ കേൾക്കുന്നുണ്ട്. 32,000 ഡബിൾ വോട്ട്, അതായത് 16,000 പേർ മറ്റ് സ്ഥലത്തോട് വോട്ട് ചേർത്തിരിക്കുന്നു. അങ്ങനെ 32 ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത് കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ ഷാജഹാൻ സാറിനെ നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഇത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഐഡന്റിറ്റി കാർഡിൽ പലരും ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരെന്താണെന്ന് ഞാൻ ചെയ്തു, ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങൾ ഷാജഹാൻ സാറിനെ വിളിച്ച് ചോദിച്ചു നോക്കും. ഞങ്ങൾ പെൻ ഡ്രൈവിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അവരെന്താന്ന് പറയും ചെയ്തത്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ അങ്ങ് മാറ്റി സൈറ്റിൽ നിന്ന്. ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ, അതായത് എപ്പിക് നമ്പർ എന്ന് പറയും, ആ എപ്പിക് നമ്പർ മാറ്റി. കാരണം എന്താണ്, എപ്പിക് നമ്പർ കിടന്നാൽ ഇത് കണ്ടുപിടിക്കും. അതുകൊണ്ട് എപ്പിക് നമ്പർ അങ്ങ് മാറ്റി കളഞ്ഞു. 32,000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. 32,000. ഇപ്പൊ ന്യൂസ് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പെൻഡ്രൈവ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ അങ്ങനെയുള്ള ചില അട്ടിമറികൾ നടത്തിയിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ സംവിധാനം കൂടുതലും ഒരു വാർഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ജയിച്ചിട്ടുണ്ട്. അത് 130 വോട്ട്. ശ്രീവരാത്ത് ജയിച്ച എത്ര വോട്ടിന്? 7 വോട്ടിന്. അവരുടെ സിറ്റിംഗ് സീറ്റ് അത് 7 വോട്ടിന്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഞാൻ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി BJPക്ക് സാധിക്കും. വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചത്. 3000 ക്രിമിനൽ കേസുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ CPMന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തുകൊണ്ട് 3000 ക്രിമിനൽ കേസുകൾ ഞങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പലർക്കും 9-10 ദിവസം ഉപവാസം കിടന്ന സ്ത്രീകൾക്ക് ഉൾപ്പെടെ പലർക്കും ഇപ്പൊ ശാരീരാശ്വാസം ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെയുള്ള വളരെ ത്യാഗപൂർണമായ സമരോജ്വലമായ കഴിഞ്ഞ 5 വർഷമാണ് തിരുവനന്തപുരത്ത് കടന്നു പോകുന്നത്. ഒരു കാര്യം ഞാൻ ഈ ന്യൂസ് സൈറ്റിലൂടെ ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് മാതൃകാപരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ജനങ്ങൾ ഒരു അവസരം തരികയാണെങ്കിൽ ഞാൻ വിനയപുരസരം പറയട്ടെ, 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സിറ്റിയായിട്ട് തിരുവനന്തപുരം പട്ടണത്തെ മാറ്റും. ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമായി. നമുക്ക് വിഴിഞ്ഞം തുറമുഖമുണ്ട്, എയർപോർട്ടുണ്ട്, നല്ല റെയിൽവേ സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റേഷൻ അടുത്തുണ്ട്, IT മേഖലയിൽ അനന്തമായ സാധ്യതയുണ്ട്. പിൽഗ്രിം ടൂറിസത്തിന് ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപ്പള്ളി, വെട്ടുകാടൊക്കെ ഉൾപ്പെടുന്ന പിൽഗ്രിം ടൂറിസം സാധ്യതയുണ്ട്. ശ്രീചിത്ര മെഡിക്കൽ സെന്ററും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി RCC ഉൾപ്പെടെ ഉണ്ട്. മെഡിക്കൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇൻകം വരുന്ന മനോഹരമായ സിറ്റി ആയിട്ട് ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ശരി, ഒറ്റയ്ക്കൊരു കാര്യം കൂടി മാത്രം ചോദിച്ചു വിടാം, മത്സരിക്കും എത്തണം? അല്ല, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ, നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ആരൊക്കെ മത്സരിക്കണം? ഞങ്ങളുടെ അതൊക്കെ അല്ലല്ല, പാർട്ടിയാണ്. എല്ലാം പാർട്ടി പറയും. പാർട്ടി സംസ്ഥാന അധ്യക്ഷനോ ജില്ലാ അധ്യക്ഷനൊക്കെ പറയും. സ്ഥാനാർത്ഥി ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ജനങ്ങളൊരു അവസരം തന്നോ ഞങ്ങൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. VV രാജേഷാണ് BJP നേതാവ് പ്രതികരിച്ചെന്നാണെങ്കിലും